നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ലോക്സഭയുടെ നാഥനായി രണ്ടാം വട്ടവും ഓം ബിർള തെരഞ്ഞെടുക്കപ്പെട്ടു. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്പീക്കർ സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തെ പിന്തുണച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യം അവതരിപ്പിച്ച പ്രമേയം ശബ്ദ വോട്ടോടെ അംഗീകരിക്കപ്പെടുകയായിരുന്നു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രമേയത്തെ പിന്താങ്ങി. തുടർച്ചയായി രണ്ടാം പ്രാവശ്യം സ്പീക്കർ പദവിയിലെത്തുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് ഓം ബിർള. മുൻപ് കോൺഗ്രസ് നേതാവ് ബൽറാം ജാഖറിനാണ് 5 വർഷം പൂർത്തിയാക്കിയ ശേഷം വീണ്ടും സ്പീക്കറാകാൻ അവസരം കിട്ടിയത്. പ്രധാനമന്ത്രി മോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജ്ജുവും ചേർന്ന് സ്പീക്കറെ ഇരിപ്പിടത്തിലേക്ക് ആനയിച്ചത്. ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിയെ നിർത്തിയെങ്കിലും വോട്ടെടുപ്പ് ആവശ്യപ്പെടാതെ ഒളിച്ചോടുന്ന കാഴ്ചയാണ് കണ്ടത്. പ്രതിപക്ഷം ഡിവിഷൻ ആവശ്യപ്പെട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. 8 തവണ MP ആയ കൊടിക്കുന്നിൽ സുരേഷ് ആയിരുന്നു ഇന്ത്യ മുന്നണിയുടെ സ്പീക്കർ സ്ഥാനാർത്ഥി. പ്രോടൈം സ്പീക്കർ സ്ഥാനത്തേക്ക് ദളിതനെ അവഗണിച്ചെന്ന ജാതി കാർഡ് ഉയർത്തിയാണ് കോൺഗ്രസ് നേതാവ് കൊടിക്കുന്നിൽ സുരേഷിനെ അവർ മത്സരിപ്പിച്ചത്. പ്രോടൈം സ്പീക്കറായി സുരേഷിനെ പരിഗണിക്കാത്തതിന്റെ പ്രതിഷേധം എന്ന നിലയ്ക്ക് കൂടിയായിരുന്നു ഇത്. എന്നാൽ കാര്യത്തോടടുത്തപ്പോൾ കോൺഗ്രസ് നാണം കെടുകയായിരുന്നു. NDA പിളർക്കുമെന്നും അട്ടിമറി ജയം നേടുമെന്നും പ്രചരിപ്പിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ അടക്കമുള്ളവർ മുന്നണിയിലെ അനൈക്യം പുറത്തുവരുമെന്ന് പേടിച്ച് വോട്ടിംഗ് ആവശ്യപ്പെടാൻ ധൈര്യപ്പെട്ടില്ല. കൊടിക്കുന്നിലിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഇന്ത്യ മുന്നണിയിൽ പൊട്ടിത്തെറി തുടങ്ങിയിരുന്നു. ആദ്യ വെടിപൊട്ടിച്ചത് തൃണമൂൽ കോൺഗ്രസ് ആണ്. തങ്ങളോട് ആലോചിക്കാതെയാണ് കൊടിക്കുന്നിലിനെ പ്രഖ്യാപിച്ചതെന്ന് തൃണമൂൽ കോൺഗ്രസ് വ്യക്തമാക്കിയതോടെ കോൺഗ്രസ് പ്രതിസന്ധിയിലായി. രാഹുൽ നേരിട്ട് TMC ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി ഉൾപ്പെടെയുള്ളവരെ കണ്ടെങ്കിലും മമതയുമായി സംസാരിക്കാനാണ് ഇവർ പറഞ്ഞത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ മമതയുമായി ബന്ധപ്പെടുകയും ചെയ്തതോടെ കാര്യങ്ങൾ NDAക്ക് അനുകൂലമാവുകയായിരുന്നു. ശശി തരൂർ ഉൾപ്പെടെയുള്ള 5 ഇന്ത്യ MPമാർ സത്യപ്രതിജ്ഞ ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് വോട്ടെടുപ്പിൽ പങ്കെടുക്കാനുമാവില്ലായിരുന്നു. 2 MPമാരാകട്ടെ ജയിലിലുമാണ്. DMK സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ആവേശം കാണിക്കാതിരുന്നതും കോൺഗ്രസിന് ആശങ്കയുണ്ടാക്കി. YSR കോൺഗ്രസ് NDAക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. ബിജു ജനതാദൾ വോട്ടെടുപ്പിൽ പങ്കെടുക്കേണ്ട എന്ന നിലപാടിലായിരുന്നുവെന്നാണ് സൂചന. സ്വതന്ത്രർ NDAക്ക് അനുകൂലമായാണ് നിലപാടെടുത്തിരുന്നത്. രാജസ്ഥാനിൽ നിന്നുള്ള കോൺഗ്രസ് MPമാർ നാട്ടുകാരനായ ഓം ബിർളയ്ക്ക് വോട്ട് ചെയ്യുമോ എന്ന പേടിയും നേതൃത്വത്തിനുണ്ടായിരുന്നു. ഫലത്തിൽ കൊടിക്കുന്നിലിനെ വേഷം കെട്ടിച്ച് അവഹേളിക്കുകയായിരുന്നു എന്ന വിമർശനം കോൺഗ്രസിൽ നിന്ന് തന്നെ ഉയരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.